നമസ്കാരം. എല്ലാവരും ഹാപ്പി അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു, ഇനിയിപ്പോൾ വീണ്ടും കാണാൻ പറ്റി. കൊടുങ്കാറ്റും ചുഴലിക്കാറ്റൊക്കെ വരാൻ പോകണമെന്ന് പറയുന്നുണ്ട്. എങ്കിലും ഓക്കെ, ഈശ്വരൻ നമ്മളെ സേവ് ചെയ്യുമെന്ന് വിചാരിക്കണം. എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മളെപ്പോഴും ഒരു ലൈഫിൽ കുറച്ച് നാൾ വിസിക്ക് വന്നിരിക്കുന്നതാണ്. നമ്മൾ ഒന്നും പേ ചെയ്യുന്നില്ല. ചിരിക്കുന്നതിനോ അറിവുകൾ പങ്കുവയ്ക്കുന്നതിനോ നമ്മളൊന്നും പേ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ടിപ്പും കൂടിയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കണേ. ഇപ്പോൾ നമ്മൾ ദിവസവും നമ്മൾ കൂടുതൽ എന്താണ് ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ വെള്ളമായിരിക്കും നമ്മൾ കുടിക്കുന്നത്. ഏറ്റവും കൂടുതൽ കുടിക്കേണ്ടതും വെള്ളം തന്നെയാണ്. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? വെള്ളമാണ്. വെള്ളം ഏകദേശം ഒരു 73% വെള്ളം തന്നെയാണ്. പക്ഷെ നമ്മളിത് എങ്ങനെയാണ് എത്രത്തോളം നമ്മൾ കൺസ്യൂം ചെയ്യേണ്ട അല്ലെങ്കിൽ കുടിക്കേണ്ടെന്നുള്ള കാര്യത്തിലാണ് നമുക്കൊരു സംശയമുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 22 കിലോ ഉള്ള ഒരാൾ ഏകദേശം 1 ലിറ്റർ വെള്ളം, അപ്പോൾ ഞാനൊക്കെ ഒരു 85-90 കിലോ ഉണ്ടെങ്കിൽ ഒരു 4-4.5 ലിറ്റർ വെള്ളം നന്നായിട്ട് കഴിക്കണം. അപ്പോൾ വെള്ളം കഴിക്കുന്നത് എന്തിനാണ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ അതുപോലെ ഓക്സിഡേഷൻ ഒന്നും സംഭവിക്കാതെ നമ്മുടെ സെല്ലുകളിലുള്ള ഈ വെള്ളം കയറി ചെന്നിട്ട് വേണം നമ്മുടെ സെല്ലിലുള്ള എല്ലാ ടോക്സിൻസും പുറം തള്ളി ഈ വെള്ളത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസും മിനറൽസും അവിടെ ഫില്ല് ചെയ്യണം. അതാണ് വെള്ളത്തിൻ്റെ പർപ്പസ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 73% വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ എന്താണ് കൂടുതൽ ചിന്തിക്കുന്നത്? ബാക്കി 27% നല്ല അണ്ടിപ്പരിപ്പ് കഴിക്കണം, ബദാം കഴിക്കണം, പിസ്ത കഴിക്കണം, ആട്ടിറച്ചി മേടിച്ച് കഴിക്കണം, ഈന്തപ്പഴം കഴിക്കണം, പാല് കുടിക്കണം, മുട്ട പുഴുങ്ങി കഴിക്കണം. ഇതൊക്കെ നല്ലതാണ്. നേന്ത്രപ്പഴം പുഴുങ്ങി കഴിക്കണം. അപ്പോൾ എല്ലാവരും 27% കുറിച്ചാണ് എല്ലാവരും ബോധർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വെള്ളത്തെക്കുറിച്ച് നമ്മൾ അത്രയും ബോധേഡാണോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് ഈ നിമിഷമെങ്കിലും ചിന്തിക്കണം. ഒരാളെയും ചിന്തിച്ചാൽ മതി കേട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഞാൻ എല്ലാവരും അങ്ങനെ ചിന്തിക്കണം എന്നുള്ളൊരു ആഗ്രഹമോ പ്രതീക്ഷയൊന്നുമില്ല. ഒരാൾ ചിന്തിച്ചാൽ മതി. ശരിയാണല്ലോ, ഈ ചേട്ടൻ ഈ അങ്കിള് പറഞ്ഞത് ഈ ആരെങ്കിലും ശ്രദ്ധിക്കുന്നൊരു വിഷയമാണോ എന്ന് ഒരാൾ ചിന്തിച്ച് എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ 20 കിലോ തൂക്കമുള്ള 22 കിലോ ഉള്ള ഒരാൾ, ഒരു ചെറിയ പയ്യൻ, അല്ലെങ്കിൽ അതിലും കൂടുതൽ 50 കിലോ 70 കിലോ ഉള്ള എൻ്റെ അനിയന്മാർ അനിയത്തിമാർ എന്നെ ഒപ്പമുള്ളവർ എന്നേക്കാൾ സീനിയേഴ്സ് ആയിട്ടുള്ളവർ എല്ലാവരും ചിന്തിക്കുക, ഞാൻ വെള്ളം കുടിക്കുന്നുണ്ടോ? അത് നല്ല ശുദ്ധമായ വെള്ളമാണോ ഞാൻ കുടിക്കണത്? അപ്പോൾ അതൊന്ന് ചിന്തിക്കുക. എല്ലാവരും വെള്ളം കൂടി ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. മിക്കവർക്കും ചിലപ്പോൾ തടി കൂടുതലായിരിക്കാം, ചിലപ്പോൾ അസുഖങ്ങളുണ്ടാവാം. പക്ഷേ ഈ വെള്ളം ഒരുവിധം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കുടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ അസുഖങ്ങളൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇന്ന് മുതൽ 22 കിലോന് 1 ലിറ്റർ വെള്ളം. അപ്പോൾ എന്തായാലും ഇത് കീപ്പ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. എല്ലാ അസുഖങ്ങളും എല്ലാ പ്രശ്നങ്ങളും മാറുന്നേ. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജനറേഷൻ ആവശ്യമില്ലേ? അപ്പോൾ ഇത് കേൾക്കുന്ന എൻ്റെ കൊച്ചു മക്കൾ, അനിയന്മാർ അനിയത്തിമാർ, എൻ്റെ ഏജിലുള്ള ആൾക്കാർ, എന്നെക്കാളും സീനിയർ ആയിട്ടുള്ളവർ, അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ തീരുമാനം എടുക്കുകയാണ്, എന്തായാലും വെള്ളം കൂടി ഞാൻ മുടക്കില്ല. ഇത് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ വെള്ളം കുടിക്കണ്ടേ? അപ്പം ഞാൻ എന്തായാലും കുറച്ച് വെള്ളം കുടിക്കാൻ പോവാം. ഓക്കെ, താങ്ക് യു, ബൈ.